ജേട്ടനെ പറ്റി പറയുമ്പോൾ ജേട്ടൻ ഒരു പാട്ടുകാരൻ എന്നുള്ള ആ ഒരു നില മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് വെള്ളിത്തിരയിൽ എൻ്റെ പാട്ടുകൾ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇളയപ്പനുണ്ട്. എന്നെ മ്യൂസിക്കലി വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് എന്നെ ഗൈഡ് ചെയ്തത് എൻ്റെ ഇളയപ്പനായിരുന്നു. കെ പോൾ എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അവസാനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വെള്ളിത്തിരയിലെ കമ്പോസിഷനും ഓർക്കസ്ട്രേഷൻ ഇതുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ജേട്ടനാണ് ഒരു പാട്ട് പാടുന്നതെന്ന് ഞാൻ ഇളയപ്പന് പാട്ടെല്ലാം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പാട്ട് ജേട്ടനാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇളയപ്പന് ഒത്തിരി സന്തോഷമായി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് എനിക്കൊരു ലെറ്റർ തരാം, അത് കൊണ്ടുപോയി നീ ജേട്ടന് കൊടുക്കണം. അങ്ങനെ ആ ലെറ്ററിൽ ഇളയപ്പൻ ഇങ്ങനെ എഴുതി, എൻ്റെ സ്വന്തം മോനാണ്, വളരെയധികം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ ആ ഒരു കരുതലും സ്നേഹവും തുടർന്ന് അതിനുശേഷം ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് വെള്ളിത്തിരയിൽ നീ മണിമുകിലാടുകൾ എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൺസ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ഒരു സർപ്രൈസ് ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഞങ്ങൾ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേവരാജ മാസ്റ്റർ വീടായിരുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ ദേവരാജ മാസ്റ്ററുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, കാര്യം ദേവരാജ മാസ്റ്റർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പം ജയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആകാം, ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ കുമ്പിട്ട് നമസ്കരിച്ചു. കുറേ സമയം മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതൊരു എൻ്റെ മ്യൂസിക് കരിയറിൽ ഒരു വലിയൊരു തുടക്കം, ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു തുടക്കമായിട്ട് എനിക്കത് നടത്തി തന്നത് ചേട്ടനായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ മൂല്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ചേട്ടൻ്റെ ആ സ്വരം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ്. ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം.